പുതിയ ജനപ്രതിനിധികളും ഭാരവാഹികളും ചുമതലയേറ്റ പശ്ചാത്തലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീ ത്രിതല സംവിധാനവും തമ്മിലുള്ള ഏകോപനം ശക്തമാക്കാൻ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡിന്റെ നേതൃത്വത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കും CDS ചെയർപേഴ്സൺമാർക്കുമായി സംഘടിപ്പിച്ച ജില്ലാതല ശില്പശാല കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇപ്പോൾ നടത്താൻ വേണ്ടി പോകുന്നു. ഈ കുടുംബശ്രീ ശില്പശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച് ഇത് ഏത് നിലയിലാണ് ക്രമീകരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം ഇവിടെ രണ്ട് അധ്യാപകർ വളരെ വിശദമായി കാര്യങ്ങൾ പ്രതിപാദിക്കപ്പെടും എന്ന് നമുക്കറിയാം. 1998 ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് കുടുംബശ്രീ പ്രവർത്തനം ആരംഭിക്കുന്നത്. 3 പതിറ്റാണ്ട് കാലത്തിനടുത്ത് കുടുംബശ്രീ കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് ചുരുക്കിയിട്ടുള്ള സ്വാധീനം ഒരുപക്ഷെ ലോകത്ത് തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരുപാട് പ്രവർത്തന പദ്ധതിക്ക് നേതൃത്വം കൊടുക്കാൻ കുടുംബശ്രീയെ സംബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് നടപ്പിലാക്കുന്ന പദ്ധതികളായ അമ്മ ടീച്ചർ, ശ്രീഭവനം, ആത്മഹത്യക്കെതിരെ സംഘടിപ്പിക്കുന്ന പ്രത്യേക ക്യാമ്പയിൻ എന്നിവയ്ക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ പൂർണ്ണ പിന്തുണ നൽകണമെന്ന് ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് ശില്പശാലയിൽ ആവശ്യപ്പെട്ടു. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ രംഗത്തും പ്രാദേശിക സാമ്പത്തിക വികസനത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച പ്രസ്ഥാനമാണ് കുടുംബശ്രീ. കേവലം ഒരു സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം എന്നതിനപ്പുറം തദ്ദേശ സ്വയംഭരണ സംവിധാനത്തിന്റെ കരുത്തുറ്റ ചാലകശക്തിയായി മാറാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളും കുടുംബശ്രീയും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ പ്രാദേശിക സാമ്പത്തിക വികസനവും ദാരിദ്ര്യ ലഘൂകരണവും സാധ്യമാകൂ എന്ന തിരിച്ചറിവിലാണ് ഇരു സംവിധാനങ്ങളെയും സംയോജിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. കുടുംബശ്രീയുടെ നിലവിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയായിരുന്നു ഏകദിന ശില്പശാലയുടെ പ്രധാന ലക്ഷ്യം. കുടുംബശ്രീ സംസ്ഥാന പ്രോഗ്രാം മാനേജർമാരായ ഡോക്ടർ CC നിഷാദ്, M പ്രഭാകരൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. കാരടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C ബാലൻ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുജാത, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ബിന്ദു എന്നിവർ ശില്പശാലയിൽ പങ്കെടുത്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് സ്വാഗതവും അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ KM കിഷോർ കുമാർ നന്ദിയും പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളിലെയും കുടുംബശ്രീയിലെയും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നിരവധി പ്രതിനിധികളും ജനപ്രതിനിധികളും ശില്പശാലയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.